ഹായ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ് ഫ്രം ജിദ്ദ. എന്തൊക്കെ എല്ലാവരുടെയും വിശേഷം? സുഖല്ലേ? അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീക്കിൽ റിവ്യൂ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? റിവ്യൂ വീഡിയോസ് ഇനിയും നമുക്ക് ചെയ്യാനുണ്ട്. കുറേ ടീച്ചേഴ്സ് ജോബ് കിട്ടിയവർ അവർ മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി അവരുടെ ഒരു മീറ്റിംഗ് നടത്തിയിട്ട് അവരിൽ നിന്നുള്ള അവരെന്തൊക്കെയാണ് ചെയ്തത്, എങ്ങനെയാണ് ജോബ് കിട്ടിയത് എന്നുള്ളതിൻ്റെ കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. പിന്നെ വേറെ കുറേ പേര് നമുക്ക് ഓഡിയോസ് ആണ് തന്നിട്ടുള്ളത്. അവർക്ക് ഇങ്ങനെ മീറ്റിംഗിൽ ഇരിക്കാൻ താല്പര്യമല്ല, അപ്പോൾ നമുക്ക് ആരെയും ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. ആ വീഡിയോസ് വരുന്നുണ്ട്. നമ്മളും ഇവിടെ സ്കൂളെല്ലാം ഓപ്പണായി നല്ല തിരക്കായി പോയിട്ടോ. അപ്പോൾ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, പെട്ടെന്നൊരു വീഡിയോ വന്നിട്ട് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. നമ്മുടെ ഇപ്പോൾ ഈ ഒരു 2024 എന്താ നടക്കാൻ പോകുന്നത്, അതുപോലെ നിങ്ങളുടെ ജോബ് സെർച്ചിങ്ങിനൊക്കെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വെച്ചിട്ട് ഒന്ന് കണക്ട് ചെയ്തതാണ്. അപ്പോൾ പെട്ടെന്ന് ഞാൻ വീഡിയോ ചെയ്യാം. ആ വീഡിയോ ചെയ്യുന്നതിൻ്റെ മുമ്പ് എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത്, കുറേ പേര് വാട്സപ്പിൽ വന്നിട്ട് നമുക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്. അവർക്ക് കുറേ ഡൗട്ട് ഉണ്ട്. ഓഡിയോസും ഒക്കെ ആയിട്ട് കുറേ മെസ്സേജ് വരും. അപ്പോൾ നമ്മളും വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ എല്ലാ ഓഡിയോസും കേട്ടിട്ട് നമുക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. ചിലതൊക്കെ മിസ്സായി പോകുന്നുണ്ട്. അതിൽ തന്നെ ജോബ് കിട്ടിയവരൊക്കെ അവരുടെ ഒരു ഹാപ്പിനെസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഓഡിയോ വിട്ടതൊക്കെ കുറേ കഴിഞ്ഞിട്ടാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ അത് അത്രയും നമുക്ക് മെസ്സേജസ് വരുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ജോബ് കിട്ടിയവർ നിങ്ങൾ നമുക്ക് മെസ്സേജ് ചെയ്തോളൂ. നിങ്ങൾക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്ത കാര്യങ്ങൾ നമുക്ക് കേൾക്കുമ്പോൾ സന്തോഷമുണ്ട്. മറ്റ് ഡൗട്ട്സ്, ഇതുപോലെ ഒരുപാട് ഡൗട്ട്സ് ഉള്ളവരോട് പറയാൻ, അത് ഏറ്റവും നല്ലത് യൂട്യൂബിൽ തന്നെ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ആ ഒരു ഡൗട്ട് നിങ്ങൾ ചോദിക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവിടെ തന്നെ ഞാനത് റിപ്ലൈ തരും. റിപ്ലൈ തരുന്ന സമയത്ത് അതുകൊണ്ടുള്ളൊരു കാര്യം, മറ്റുള്ളവർക്കും ആ ഒരു ഡൗട്ട്സ് അതേ സമയം ക്ലിയർ ആവും. അപ്പോൾ ഒരാളെടുത്ത് ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അതേ ഡൗട്ട് ഉള്ളവർക്ക് എല്ലാവർക്കും ആ ഒരു മെസ്സേജ് കണ്ടാൽ മനസ്സിലാവും. ഒരു വീഡിയോ കാണുന്ന സമയത്താണ് നമുക്കൊരു ഡൗട്ട് വരിക, അപ്പോഴാണല്ലോ ഇത് ചോദിക്കുന്നത്. അപ്പോൾ ഇനി അങ്ങനെ യൂട്യൂബിൻ്റെ കമൻറ്റ് ബോക്സിൽ ആയിട്ട് നിങ്ങൾ കമൻ്റ് ആയിട്ട് തന്നെ ചോദിച്ചോളൂ. അത് നമ്മൾ ക്ലാരിഫിക്കേഷൻ തരാം. പിന്നെ നിങ്ങൾ നമ്മളൊരു വീഡിയോ നിങ്ങൾ വാച്ച് ചെയ്യുന്ന സമയത്ത് ആ സമയത്ത് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇങ്ങനെയാണല്ലോ ഒരു വീഡിയോ വരുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ഈ സബ്സ്ക്രൈബ് എന്ന് കാണുമ്പോൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നാണ്. അപ്പോൾ ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ അടുത്തൊരു ബെല്ലൈക്കൺ കാണുന്നുണ്ടല്ലോ. കുറേ പേർക്ക് അത് അറിയില്ല. ചിലർ ജോബിൻ്റെ ഒക്കെ വേക്കൻസി വീഡിയോ ഒക്കെ ചെയ്ത് അത് മിസ്സായി, ഇനി അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഒക്കെ ചോദിക്കുന്നവരോടാണ് എനിക്കിത് പറയാനുള്ളത്. സബ്സ്ക്രൈബ്ഡ് ആയിട്ട് പിന്നെ ആ ഒരു ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ ഓൾ എന്നുള്ളത് കൊടുത്താൽ, അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും. ഇപ്പോൾ കുറച്ച് തിരക്കായതുകൊണ്ടാണ് നമ്മൾ വീഡിയോസ് ചെയ്യാത്തത്. കുറേ വീഡിയോസ് ചെയ്യാനുണ്ട്. ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആണ് വരാനുള്ളത്. അതൊരു 2-3 വീക്സിൻ്റെ ഉള്ളിൽ നമ്മൾ ഇനി വീണ്ടും വീഡിയോസ് ചെയ്യും. സ്കൂൾ തുറന്നത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത് ചെയ്തിട്ട് പിന്നെ നിങ്ങൾക്ക് ഒരു വീഡിയോ കഴിഞ്ഞാലായിരിക്കും നിങ്ങൾക്ക് വേറെ ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും. മെയിൻലി ടീച്ചിങ് ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട്സ് ആണ് ഇതിനകത്ത് കാണുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾ ചാനലിലേക്ക് പോവാം. ഇവിടെ ജസ്റ്റ് വാച്ച് ബൈ മുനീറ എന്നുള്ള ചാനലിൽ ക്ലിക്ക് ചെയ്യാം. ഇതാണ് ചാനലിൻ്റെ പേജിലേക്ക് പോയി കഴിഞ്ഞാൽ. അപ്പം നിങ്ങൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിച്ച വീഡിയോസ് ഒന്നും കിട്ടൂല. കുറച്ച് ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട വീഡിയോസ്, മറ്റുള്ളത് ഇങ്ങനെയുള്ള വീഡിയോസാണ് വരിക. അപ്പോൾ ഇവിടെ മുകളിലുണ്ട് ഹോം, വീഡിയോസ്, ഷോർട്സ്, ലൈവ്, പ്ലേലിസ്റ്റ് ആൻഡ് കമ്മ്യൂണിറ്റി. അപ്പോൾ ഇവിടെ ഈ വീഡിയോസിൽ ക്ലിക്ക് ചെയ്യാം. വീഡിയോസിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇനി സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ കാണാം നമ്മൾ അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോസും. ഇതിൽ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ചെയ്തതിൽ തമ്പനയിൽ കൊടുക്കാൻ ടൈം ഇല്ലാത്തതുകൊണ്ട് നമ്മളത് ചെയ്തിട്ടില്ല. ബാക്കിയുള്ളത് നിങ്ങൾ ഇങ്ങനെ സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ കാണാം. കാലിക്കറ്റ് മീറ്റപ്പ് റിവ്യൂസ്, ഇതുപോലെ സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോഴാണ് ആ തമ്പനയിൽ നോക്കിയിട്ട് നിങ്ങൾ വീഡിയോസ് ഓപ്പൺ ആക്കുക. എംബസി അറ്റസ്റ്റേഷൻ ആവശ്യമില്ല സൗദിയിൽ ജോലി കിട്ടാൻ. അപ്പോൾ എംബസിയുടെ അറ്റസ്റ്റേഷൻ ഏത് എംബസിയുടെ ആണ് അപ്പോസ്റ്റൽ ചെയ്യണം അങ്ങനെ ചോദിക്കേണ്ടവർക്ക് ഇങ്ങനെയുള്ള വീഡിയോസ് ഓപ്പൺ ആക്കാം. പിന്നെ ഫ്ലൈറ്റ്, മറ്റ് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ചില വീഡിയോസിൻ്റെ അത് വേണ്ടവർക്ക് അത് ഓപ്പൺ ആക്കി നോക്കാം. പിന്നെ നിങ്ങൾ ഡെമോ എങ്ങനെ എടുക്കേണ്ടത്, ഇത് അഡ്ഹോക്ക് ആൻഡ് അജീർ ടീച്ചർ. പിന്നെ ഇവിടെ കരിയർ ജേണിയുടെ വീഡിയോസ് കൊടുത്തത്, നിങ്ങൾക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്തവരാണെങ്കിൽ എന്തായാലും കരിയർ ജേണിയുടെ വീഡിയോ കാണാം. അപ്പം നിങ്ങൾക്ക് തോന്നും എനിക്കിങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. കാരണം നമുക്കറിയാം എവരി എക്സ്പേർട്ട് വാസ് വൺസ് എ ബിഗിനർ അല്ലേ. അപ്പോൾ അത് കിട്ടും എന്നുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾ കീപ്പ് ചെയ്യുക. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ ഫോളോ ചെയ്തോ. കാരണം നമ്മൾ ചെയ്യുന്ന ഓരോ വീഡിയോസും നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് എന്ത് ചെയ്താൽ കിട്ടും, എങ്ങനെയാണ് നമ്മൾ അവിടെ പോയിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടത്, എന്താണ് അവർക്ക് കൊടുക്കേണ്ട റിപ്ലൈ, നമ്മുടെ സാലറി എക്സ്പെക്റ്റേഷൻ എങ്ങനെ, ഓരോ കാര്യങ്ങളും ഇതിനകത്ത് നമ്മൾ വീഡിയോസിൽ കൊടുത്തിട്ടുണ്ട്.
അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾ പോയിട്ട് ചെയ്താൽ കിട്ടാവുന്നതേ ഉള്ളൂ. അതുപോലെ നിങ്ങൾ ആഗ്രഹിച്ച പോലെ സാലറിയും ജോബും നിങ്ങളുടെ കയ്യിൽ കിട്ടും എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പ്രോമിസ് ചെയ്യാം. ഇപ്പൊ ഇതിൽ കണ്ടോ, CV ഇമെയിൽ അയക്കുമ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കൂ. ഇനി നിങ്ങളുടെ ജോബ് ആപ്ലിക്കേഷൻ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടും. ഇതിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് നിങ്ങൾ എങ്ങനെയാണ് ഒരു CV സെൻഡ് ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇത്ര കാര്യങ്ങളാണ് നമ്മുടെ വീഡിയോസിന്റെ കാര്യങ്ങൾ പറയാനുള്ളത്. ഇനി അടുത്തത് എനിക്ക് പറയാനുള്ളത്, കുറെ ആളുകൾ ജോബ് ഗ്രൂപ്പിൽ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പൊ ന്യൂ ജോബ് ഗ്രൂപ്പ് ഗൾഫ് ജോബ് 15 നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പൊ മറ്റ് ജോബ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തവരാണെങ്കിൽ ഇതിനകത്ത് വീണ്ടും ജോയിൻ ചെയ്യേണ്ടതില്ല. എല്ലാ ജോബ് ഗ്രൂപ്പിലും സെയിം പോസ്റ്റുകളാണ് നമ്മൾ ഷെയർ ചെയ്യേണ്ടത്. അപ്പൊ ഏതെങ്കിലും ഒരു ജോബ് ഗ്രൂപ്പിൽ മാത്രം നിങ്ങൾ ജോയിൻ ആവുക. പിന്നെ പറയാനുള്ളത്, ഒരു ആപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അത് കംപ്ലീറ്റ് നോക്കുക. ചിലത് നമുക്ക് ഇമെയിൽ സെൻഡ് ചെയ്യാനായിരിക്കും, ചിലതിൽ അവര് നമ്പർ തന്നിരിക്കും, മൊബൈൽ നമ്പർ. അപ്പൊ അതിനകത്തേക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്യണ്ട. ഇപ്പൊ സൗദിയിലെ മൊബൈൽ നമ്പർ സ്റ്റാർട്ട് ചെയ്യുക 05 എന്ന് വെച്ചിട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ നാട്ടിൽ നിന്നൊക്കെ ഉള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ നാട്ടിലെ നമ്പറിൽ വാട്സപ്പ് യൂസ് ചെയ്യുന്നവരാകും. സൗദിയിൽ ഉണ്ടാവും, ബട്ട് വാട്സപ്പ് നാട്ടിലെ നമ്പർ ആയിരിക്കും. നിങ്ങൾക്ക് ഇതിൽ ക്ലിക്ക് ചെയ്താൽ നോ വാട്സപ്പ് എന്നേ കാണിക്കൂ. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ നമ്പർ കോപ്പി ചെയ്യാം. അതിൽ ആ 0 നിങ്ങൾ കളയാം. 0 അത് കളഞ്ഞിട്ട് +966 അതാണ് സൗദി അറേബ്യന്റെ കോഡ്. അത് നിങ്ങൾ ദുബൈയിലാണെങ്കിൽ +971, അതായത് ആ ഒരു കൺട്രി കോഡ് എങ്ങോട്ടാണോ അപ്ലൈ ചെയ്യുന്നത് അത് ഗൂഗിളിൽ നോക്കിയാൽ തന്നെ കൺട്രി കോഡ് കിട്ടും. അപ്പൊ അതിൽ 00 എന്ന് എടുക്കണമെന്നില്ല, +966 എന്നിട്ട് 5 ആ നമ്പർ സ്റ്റാർട്ട് ചെയ്യുക. 0 നിങ്ങൾ അങ്ങ് കളയാം. അങ്ങനെ ആ കോഡ് വെച്ചിട്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ വാട്സപ്പിനകത്തേക്ക് നിങ്ങൾക്ക് ഇമെയിൽ നിങ്ങളുടെ CV സെൻഡ് ചെയ്യാൻ പറ്റും. അതാണ് ഒരു കാര്യം. പിന്നെ വീണ്ടും വന്നിട്ട് ഇതിലൊന്നും ചോദിച്ചിട്ടില്ല, ക്വാളിഫിക്കേഷൻ ചോദിച്ചിട്ടില്ല, അപ്പൊ എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് കുറേ പേര് ചോദിക്കാറുണ്ട്. നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, ഇവിടുത്തെ മിനിമം ക്വാളിഫിക്കേഷൻ റിക്വയർഡ് എന്താന്ന് വെച്ചാൽ ഡിഗ്രിയാണ് ഇവിടെ ജോബ് ചെയ്യാൻ. സ്കൂളിൽ എന്ത് ജോബിനും നിങ്ങൾക്ക് ഡിഗ്രി വേണം. കാരണം ആ ഡിഗ്രി അറ്റസ്റ്റഡ് ആവണം. അറ്റസ്റ്റ് ചെയ്തവർക്കാണ് അജീർ ലൈസൻസ് കിട്ടുന്നത്. അജീർ ലൈസൻസ് ഉള്ളവർക്കാണ് ഫാമിലി വിസയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നത്. അതില്ലെങ്കിൽ നിങ്ങൾ വർക്ക് വിസയിൽ വന്ന് ഇക്കാമ കയ്യിലുള്ളവർക്കും സ്കൂളിൽ കയറാം. ബട്ട് എല്ലാ സ്കൂളുകളും ഇക്കാമ ഉണ്ടെങ്കിൽ എടുക്കുന്നില്ല, അവർ ഫാമിലി വിസ തന്നെയാണ് പ്രിഫർ ചെയ്യുന്നത്. ബട്ട് സം സ്കൂൾസ് യെസ് അവരെടുക്കുന്നുണ്ട്. ഓക്കെ, സബ്ജക്റ്റ് ടീച്ചേഴ്സിനെ കിട്ടിയിട്ടില്ലെങ്കിൽ അങ്ങനെയൊക്കെ വർക്ക് വിസയിലുള്ളവരെ ഇപ്പൊ ചില സ്കൂൾസ് എടുത്തു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതാണ്. അപ്പൊ നിങ്ങൾ വിസിറ്റ് വിസ എന്ന് പറഞ്ഞിട്ടില്ല, ഡിഗ്രി എന്ന് ചോദിച്ചിട്ടില്ല, എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കല്ലേ. വിസിറ്റ് വിസയിൽ പറ്റില്ല. പിന്നെ ഡിഗ്രി മസ്റ്റ് ആണ്, ഡിഗ്രി വേണം ഇവിടെ ജോബ് ചെയ്യാൻ. ഇനി അടുത്തത്, ഇനിയിപ്പോ ചിലതിൽ ഇമെയിൽ ID കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ അഡ്വർടൈസ്മെന്റിൽ ആ സ്കൂൾ നെയിം കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ആ സ്കൂൾ നെയിം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ആ സ്കൂൾ നെയിം ഒന്ന് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്തിട്ട് അതിനകത്ത് പോയാൽ അവരുടെ കോണ്ടാക്റ്റിൽ ഉണ്ടാവും അവരുടെ ഒരു ഇമെയിൽ ID അല്ലെങ്കിൽ മൊബൈൽ നമ്പർ കൊടുത്തിട്ടുള്ളത്. അതിലൂടെയും CV നമുക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ചില ക്വാളിഫിക്കേഷൻ കാണുമ്പോൾ അവർ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ടാകും. മാസ്റ്റർ ഡിഗ്രി ഹോൾഡേഴ്സിനാവും പ്രിഫർ ചെയ്യുന്നത്. ഇങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ നിങ്ങളൊരു ഒരു പോസ്റ്റ് ഇതുപോലെ കാണുമ്പോൾ നിങ്ങൾക്കൊരു പക്ഷെ എക്സ്പീരിയൻസ് ഉണ്ടാവില്ല, മാസ്റ്റർ ഡിഗ്രി ഉണ്ടാവില്ല എന്ന് വെച്ച് നിങ്ങൾ അപ്ലൈ ചെയ്യാതിരിക്കല്ലേ. നിങ്ങൾ അതിനകത്തേക്ക് നമ്മൾ പറഞ്ഞ പോലെ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുക. ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് നല്ലൊരു കവർ ലെറ്റർ അറിയാലോ, അതും സെൻഡ് ചെയ്തിട്ട് ആ ഇമെയിലിൻ്റെ അകത്ത് അതും സെൻഡ് ചെയ്ത് വിടുക. ഒരു പക്ഷേ അവർക്ക് നല്ല കാൻഡിഡേറ്റിനെ കിട്ടിയില്ലെങ്കിൽ നിങ്ങളെ വിളിക്കും. അതില്ലെങ്കിൽ അവിടെ ചെറിയ ക്ലാസ്സിലേക്ക് എന്തിലേക്കും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ CV പരിഗണിക്കാം. നമ്മൾ കണ്ടിട്ടുണ്ട് ചില ടീച്ചേഴ്സ് മാസ്റ്റർ ഡിഗ്രി വേണം എന്നുള്ളിടത്തേക്ക് ഡിഗ്രി ഹോൾഡേഴ്സ് പോയി അപ്ലൈ ചെയ്ത് അവരവരുടെ ക്രൈറ്റീരിയ മാറ്റി വെച്ചിട്ട് ഇവരെടുക്കുന്നത് കണ്ടിട്ടുണ്ട്. കാരണം ആ ടീച്ചർ അത്രയും സ്മാർട്ടായിരിക്കാം, സബ്ജക്ട് നോളജ് ഉണ്ടാവും, അത്രയും കോൺഫിഡൻ്റ് ആയത്, അതൊക്കെയാണ് റീസൺ എടുത്ത് കണ്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾ ട്രൈ ചെയ്യാതിരിക്കരുത്. പറ്റുന്നിടത്തെല്ലാം നിങ്ങൾ അപ്ലൈ ചെയ്യുക, ട്രൈ ചെയ്യുക. പിന്നെ നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്യുന്നവരോട് പറയാനുള്ളത്, അവർ ഭയങ്കര ജോബ് ഗ്രൂപ്പിൽ വരുന്ന എല്ലാ ജോബിലേക്കും അപ്ലൈ ചെയ്തു ബട്ട് കിട്ടിയില്ല എന്ന് പറയും. അപ്പൊ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാൻ, അങ്ങനെ അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല. ഇത് ലോക്കൽ വേക്കൻസീസ് ആണെങ്കിൽ എന്താന്ന് വെച്ചാൽ വിളിക്കില്ല, അവർക്ക് പെട്ടെന്ന് ഫില്ല് ചെയ്യാനുള്ളതാണ്. ഇപ്പൊ ഇന്നലെ ഒരു വേക്കൻസി ഉണ്ടായിരുന്നു ഇവിടെ ജിദ്ദ താമർ സ്കൂളിൽ ഒരു വേക്കൻസി ഉണ്ട്.
അവർ നേരിട്ട് ചെല്ലാനാ പറയുന്നത്. അൽബയാനിൽ നേരിട്ട് CV കൊണ്ട് സ്കൂളിലേക്ക് ചെല്ലാൻ പറയാണ്. അതിന് നാട്ടിൽ നിന്ന് നിങ്ങൾ ചോദിച്ചാൽ എങ്ങനെ പോവാനാണ്? നാട്ടിൽ നിന്നുള്ളവർ എടുക്കൂല. അത് അണ്ടർസ്റ്റുഡ് ആണ് അവിടെ പോയിട്ട് നേരിട്ട് ഇന്റർവ്യൂ എന്ന് പറയുന്ന സമയത്ത്. ഓക്കെ, അപ്പൊ നാട്ടിൽ നിന്നുള്ളവർക്ക് വിസ ജോബ്സ് കിട്ടുമ്പോൾ അതിലേക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ ചിലർ ചോദിച്ചിട്ടുണ്ടായി വിസ ജോബ്സിൽ കിട്ടുന്നുണ്ടോ? കിട്ടിയവരുണ്ട്. ഈ വർഷം തന്നെ നമ്മുടെ അബാക്ക് സ്കൂളിൽ വന്ന് ജോയിൻ ചെയ്തവരുണ്ട്. അപ്പൊ അവരുടെ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു, ഇന്റർവ്യൂ എക്സ്പീരിയൻസും അവർ സ്കൂളിൽ വന്ന് ഇപ്പൊ അവർക്ക് സ്കൂൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ എക്സ്പീരിയൻസ് എല്ലാം നമ്മൾ സമയം പോലെ അവരുടെ വീഡിയോ ചെയ്തിട്ട് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും കേട്ടോ. ഇങ്ങനെ കാര്യമുണ്ട്. പിന്നെ നാട്ടിലേക്ക് 10 years ഇവിടെ നിന്നിട്ട് നാട്ടിൽ എക്സിറ്റിൽ നാട്ടിൽ വന്ന് നമ്മുടെ പെരിന്തൽമണ്ണ മീറ്റപ്പിൽ വന്നിട്ടുള്ള ഒരാളുണ്ട്, ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. അവര് മീറ്റപ്പിൽ വന്നതിന്റെ ശേഷമാണ് സൗദിയിൽ ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് ആള് മനസ്സിലാക്കുന്നത്. ആളുടെ ക്വാളിഫിക്കേഷൻ വെറും ഡിഗ്രി ആയിരുന്നു. അങ്ങനെ നമ്മുടെ മീറ്റപ്പ് കഴിഞ്ഞതിന്റെ ശേഷം വീണ്ടും നമ്മുടെ സെഷൻ എടുത്ത് സംസാരിച്ച് പിന്നെ ആൾ എന്ത് ചെയ്തു, വീണ്ടും ഫാമിലി വിസയിൽ നമ്മളുടെ വീഡിയോ കണ്ട ആ ഒരൊറ്റ വിശ്വാസത്തില് വീണ്ടും അവർ വിസ എടുത്ത് മക്കളെയും കൊണ്ട് വന്ന് തിരിച്ച് ജിദ്ദയിലെത്തി. അങ്ങനെ ജിദ്ദയിലെത്തി അവര് ജോബ് നോക്കാനും വേണ്ടി നമ്മുടെ കയ്യിൽ അവർ CV തന്നു. CV തരുമ്പോൾ CV എല്ലാം നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുത്ത് ഫുൾ ട്രെയിനിങ് നമ്മൾ കൊടുത്ത് അവർ ഒട്ടും കോൺഫിഡന്റ് അല്ലായിരുന്നു. കാരണം 10 years കോളേജ് കഴിഞ്ഞ് 10 years ഇവിടെ ജിദ്ദയിൽ നിന്ന് എക്സിറ്റിൽ പോയിട്ട് വീണ്ടും വരികയാണ് നമ്മുടെ മീറ്റപ്പ് കണ്ടതിന്റെ ശേഷം. അങ്ങനെ അവർ സ്കൂളുകളിൽ അപ്ലൈ ചെയ്തു, കിട്ടിയില്ല. വീണ്ടും നമ്മൾ അവർക്ക് എന്താണോ വേണ്ടത് അവരെ ടോട്ടലി നമ്മൾ മാറ്റിയെടുത്ത് അവർ സ്കൂളിൽ പോയി. അവരിപ്പോ ഈ വർഷത്തെ ബ്രിട്ടീഷ് സ്കൂളിൽ, അവരുടെ ഒരു സ്വപ്നം ബ്രിട്ടീഷ് സ്കൂൾ എന്നുള്ളതായിരുന്നു. അപ്പൊ ആദ്യം KGയിലൊക്കെ പോയി കിട്ടാത്ത ആളൊരു മിഡിൽ സ്കൂളിൽ നല്ലൊരു സാലറി, അതായത് ചെറിയൊരു സാലറിയിലല്ല നല്ലൊരു സാലറി തന്നെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അവരുടെ റിവ്യൂ നമ്മൾ ചെയ്യും, നിങ്ങൾക്ക് അവരിൽ നിന്ന് തന്നെ അത് കേൾക്കാൻ പറ്റും. അങ്ങനെ കുറേ കാര്യങ്ങൾ ആളുകളുടെ അവരുടെ എക്സ്പീരിയൻസ് തന്നെ കേൾക്കുമ്പോൾ മനസ്സിലാവും നമുക്ക് എല്ലാവർക്കും പറ്റുന്ന കാര്യമാണിത്. അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഇവിടെ ബ്രിട്ടീഷ് അമേരിക്കൻ സ്കൂളിൽ വർക്ക് ചെയ്യണമെങ്കിൽ BEdന്റെ ആവശ്യമില്ല. ഓക്കെ, ഇത്രയൊക്കെ കാര്യങ്ങൾ ഞാൻ വീഡിയോ ലെങ്തി ആയി പോകും, നമ്മൾ കാര്യങ്ങൾ കുറെ പറയാനുണ്ട് നിങ്ങളുടെ അടുത്ത്. അപ്പോൾ അതാണ് ലെങ്തി ആയി പോകുന്നത്. പിന്നെ BEd നിങ്ങൾ നാട്ടിലുള്ളവരാണെങ്കിൽ BEd ചെയ്യാത്തവരുണ്ടെങ്കിൽ BEdന് അപ്ലൈ ചെയ്തോ. കാരണം ടീച്ചിങ് ലൈസൻസ് നിർബന്ധമാക്കിക്കൊണ്ടിരിക്കുകയാണ്, ചില സ്കൂൾസ് ഒക്കെ ചോദിച്ചു തുടങ്ങി കേട്ടോ. അപ്പൊ അത് ചെയ്യുക. പിന്നെ PGCE കുറച്ച് എക്സ്പെൻസീവ് ആണ്. അപ്പൊ PGCE വേണ്ടവർക്കാണെങ്കിൽ UK ക്വാളിഫിക്കേഷൻ എടുക്കാം. പിന്നെ നമ്മൾ കഴിവതും ആഡ് ഓൺ കോഴ്സസ് ചെയ്യാൻ നോക്കുക. ചൈൽഡ് സൈക്കോളജി, ക്ലാസ് റൂം മാനേജ്മെന്റ്, ലെസൺ പ്ലാന്, പിന്നെ മറ്റു TEFL, അങ്ങനെ എന്തൊക്കെയാണോ അതിലേക്ക് വേണ്ട ചെറിയ ചെറിയ കോഴ്സുകൾ അത് ചെയ്തിട്ട് നമ്മുടെ CV ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ നോക്കുക. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ട്യൂഷൻ എടുക്കുന്നവരാണെങ്കിൽ അതിൽ ട്യൂട്ടർ എന്ന് എഴുതരുത്, CVക്കകത്ത് പ്രൈവറ്റ് ടീച്ചർ എന്ന് എഴുതുക. വെറുതെ ഒരു CVക്കകത്ത് ട്യൂട്ടർ എന്ന് എഴുതരുത്. അപ്പോൾ ജോബ് കിട്ടാനുള്ള ഏറ്റവും വലിയൊരു കാര്യമാണ് CV, നല്ലൊരു CV, നല്ല ഇന്റർവ്യൂ, നിങ്ങൾ സെൽഫ് ഗ്രൂമിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ പ്രസന്റബിൾ ആയിട്ട് അപ്പിയറൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ കിട്ടിയവരൊക്കെ നമ്മളോട് പറയുന്നുണ്ട് അല്ലേ, ഗ്രൂപ്പിലാണെങ്കിലും വീഡിയോസിൽ. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളാണ്. ഇനി അടുത്ത ഒരു കാര്യം കൂടെ നിങ്ങളോട് ഒരു ഹാപ്പി ന്യൂസ് ആയിട്ട് എനിക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു കാര്യം. കുറേ ആളുകൾ നമ്മളെടുത്ത് വന്ന് സെഷനൊക്കെ എടുക്കുന്ന സമയത്ത് ചോദിക്കാറുണ്ടായിരുന്നു, മാം നമുക്കൊരു ട്രെയിനിങ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുമോ, മീറ്റപ്പ് ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ ഒരു ട്രെയിനിങ് ക്ലാസ് തരുമോ എന്നുള്ളത്. നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് CV എങ്ങനെ പ്രിപ്പയർ ചെയ്യാന്നുള്ളതിൽ ഒരു ക്ലാസ് തരണം. അതുപോലെ ഇന്റർവ്യൂവിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്, അതിന്റെ ടിപ്സ്, പിന്നെ ഹൗ ടു ബിക്കം ആൻ ഇന്റർനാഷണൽ സ്കൂൾ ടീച്ചർ, ഒരു ഇന്റർനാഷണൽ സ്കൂൾ ടീച്ചർ ആവാൻ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. പിന്നെ ഓൺലൈനിൽ ട്യൂഷൻ എടുക്കുമ്പോൾ, കാരണം കുറേ ടീച്ചേഴ്സിനെ ഞാൻ ചെയ്തിട്ടുണ്ട്, ഡെമോൺസ്ട്രേഷൻ നമ്മൾ എടുക്കുന്ന സമയത്ത് നല്ല നോളജ് ഉണ്ട്, ബട്ട് അവരുടെ ഒരു പ്രസന്റേഷൻ, അവരുടെ വീഡിയോ അല്ലെങ്കിൽ അവർ ആ ഒരു മൊബൈൽ കണക്ട് ചെയ്യുന്നത്, ട്യൂഷനിൽ ഇവിടെ ഇരിക്കുന്ന കുട്ടികൾക്ക് ടീച്ചർക്ക് നോളജ് ഉണ്ടായിട്ട് കാര്യമില്ല. ടീച്ചർ ഇതെങ്ങനെയാണോ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നത് അത് ക്ലാരിഫിക്കേഷൻ ഇല്ലെങ്കിൽ അതുകൊണ്ടൊരു കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഹൗ ടു ബിക്കം ആൻ ഓൺലൈൻ ടീച്ചർ, നിങ്ങൾ എന്തൊക്കെ ചെയ്യണം, A to Z കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ഒരു കോഴ്സ് നമ്മൾ ഓരോ കാര്യങ്ങൾ ട്രെയിനിങ്ങിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വീട്ടിലിരുന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സുകൾ എന്താണ്, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്തായാലും ഒരു വിതിൻ 1 month നമ്മൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് തന്നിട്ടുള്ള വീഡിയോ തന്നെ ചെയ്യും. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ തിങ്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു, നമ്മൾ മീറ്റപ്പിൽ പോകുന്ന സമയത്തും അവർ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഒരു ക്ലാസ് ഉണ്ടെങ്കിൽ എന്നുള്ളത്.
അപ്പോൾ അത് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാൻ, ഇംഗ്ലീഷ്, മലയാളിയും ഇംഗ്ലീഷും അല്ലേ, നമ്മുടെ ഇംഗ്ലീഷ് വലിയ പ്രശ്നമാണ്. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്, നമ്മൾ പറയുന്നത് കുട്ടികൾക്ക് മനസ്സിലാവണം, കുട്ടികൾ പറയുന്നത് നമുക്ക് മനസ്സിലാവണം. അത്രയേ ഉള്ളൂ സബ്ജക്ട് ടീച്ചേഴ്സിൻ്റെ ഇംഗ്ലീഷ് കാര്യത്തിൽ പറയാനുള്ളത്. എന്നാൽ ഇംഗ്ലീഷ് ടീച്ചേഴ്സിൻ്റെ അടുത്ത് പറയാനുള്ളത്, നിങ്ങൾക്ക് അത്യാവശ്യം ആക്സെൻറ്റ്, നിങ്ങളുടെ വൊക്കാബുലറി കാര്യങ്ങളെല്ലാം നിങ്ങൾ ഇംഗ്ലീഷിൽ, കാരണം നിങ്ങൾ പഠിപ്പിക്കാൻ പോകുന്നത് ആ കുട്ടികളെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ്. നമ്മൾ സബ്ജക്ട് ടീച്ചേഴ്സ് പഠിപ്പിക്കാൻ പോകുന്നത് സബ്ജക്റ്റ് ആണ്. അപ്പം നമ്മുടെക്കാളും നോക്കുന്നത് ഇംഗ്ലീഷ് ടീച്ചേഴ്സിൻ്റെ ഇംഗ്ലീഷാണ്. അപ്പോൾ ഇത്ര ഒരു കാര്യമാണ്, ഓവറോൾ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി എന്നുള്ളതാണ് തോന്നുന്നത്. അപ്പോൾ ഒരു പോസ്റ്റ് കണ്ടാൽ വീണ്ടും വീണ്ടും വന്ന് മെസ്സേജ് ചെയ്യണ്ട. എന്നിട്ട് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ വന്ന് ചോദിക്കുക. പിന്നെ പറയാനുള്ളത് നമ്മുടെ ലൈവ് സെഷന്, കാരണം നമ്മൾ ലൈവ് സെഷൻ അധികം കൊടുക്കുന്നില്ല, ഡെയിലി 1 സെഷന് ആണ് കൊടുക്കുന്നത്, ഒരാൾക്കാണ് ലൈവ് സെഷൻ കൊടുക്കാറുള്ളത്. അപ്പോൾ അത് അത്ര ആവശ്യമുള്ളവരുണ്ടെങ്കിൽ മാത്രം ലൈവ് സെഷൻ എടുക്കുക. ഓക്കെ. പിന്നെ നമ്മളൊരു ട്രെയിനിങ് ക്ലാസ് എന്ന് പറയുന്നത് CV കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് കാണിക്കുന്ന സമയത്ത് വേറൊരു ബെനിഫിറ്റ് നിങ്ങൾക്കുള്ളത്, നിങ്ങൾക്കും ഇതുപോലെ ചെയ്തിട്ട് ആളുകൾക്ക് CV ഉണ്ടാക്കി കൊടുക്കാം. നിങ്ങൾക്ക് അത് നിങ്ങളുടെ ഒരു പാർട്ട് ടൈം ഇൻകം ആക്കിയിട്ട് മാറ്റാം. അങ്ങനെയൊക്കെ ഒരുപാട് ഐഡിയാസ്, ഒരുപാട് ഇൻഫോർമേറ്റീവ് വീഡിയോസ് തന്നെ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളത് എന്തായാലും ഉടൻ തന്നെ, അതായത് ഈ ഒരു സെപ്റ്റംബറോട് കൂടിയിട്ട് തന്നെ കുറേ വീഡിയോസ് നമ്മൾ ചെയ്യും കേട്ടോ. അപ്പോൾ ഇനി എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിച്ചോളൂ. ഒരു കാര്യം കൂടെ മറന്നു, കാരണം നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്തിട്ടല്ല ചെയ്യുന്നത്, ഓർക്കുന്ന കാര്യങ്ങൾ അങ്ങ് പറഞ്ഞു തരാണ് കേട്ടോ. കുറേ ആളുകൾ വീഡിയോയുടെ താഴെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താണ് KWC, എന്താണ് PPT എന്ന് പറഞ്ഞാൽ കുറേ ആളുകൾക്ക് അറിയാം, പവർ പോയിന്റ് പ്രസൻറ്റേഷൻ. അത് ഗൂഗിളിൽ പോയി അടിച്ചാൽ തന്നെ നമുക്ക് കിട്ടും. ബട്ട് KWCൻ്റെ ഫുൾ ഫോം ഗൂഗിളിൽ നിന്ന് കിട്ടില്ല. അതെന്താന്ന് വെച്ചാൽ നമ്മൾ ലാസ്റ്റ് ഇയറിൽ ചെയ്തതാണ്, കേരള വിമൻ യുണൈറ്റഡ് ക്ലബ്ബ്. അത് നമ്മൾ ഭയങ്കര അതിൻ്റെ ഇനാഗുറേഷനും കാര്യങ്ങളെല്ലാം നടത്തി. നമുക്കൊരു എക്സ്കോം കമ്മിറ്റി ഉണ്ട്. നമ്മൾ കാര്യങ്ങൾ ഒരു വീക്കിൽ ഓരോ ഡേയ്സിൽ ഓരോ ടാസ്കുകളുണ്ട്. അത് ചെയ്തുകൊണ്ടിരുന്ന് അതൊരു പ്രൈവറ്റ് ഗ്രൂപ്പാണ്, അത് ഓൺലി ഫോർ ലേഡീസ് ആണ്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ, അത് പബ്ലിക് ഗ്രൂപ്പ് അല്ലാത്തതുകൊണ്ട് നമ്മൾ യൂട്യൂബിനകത്ത് അതിൻ്റെ ലിങ്ക് വെച്ചിട്ടില്ല. അതിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ അതിൻ്റെ ജോയിനിങ് ലിങ്ക് എന്നൊരു ഗ്രൂപ്പ് ഉണ്ട്, അതിനകത്തേക്ക് നിങ്ങൾ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ ജോയിനിങ് ലിങ്ക് തരും. അപ്പോൾ ജോയിനിങ് ലിങ്കിലെ ഗ്രൂപ്പിൽ വന്നാൽ നിങ്ങൾക്കൊരു ഗൂഗിൾ ഫോം തരും. ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. ഗൂഗിൾ ഫോം ഫില്ല് ചെയ്തതിൻ്റെ ശേഷം നിങ്ങൾക്ക് നമ്മൾ മെയിൻ ഗ്രൂപ്പിൻ്റെ ലിങ്ക് തരും. അപ്പോൾ അത് എല്ലാ കാര്യങ്ങളും, കാരണം അതിൽ നമ്മൾ ഈ CV കാര്യം, സെൽഫ് ഇൻട്രൊഡക്ഷന്, ടെക്നോളജി ഒരു ടീം തന്നെ നമുക്കുണ്ട്. അതുപോലെ ഇംഗ്ലീഷ് കമ്മ്യൂണിറ്റിയുടെ ഒരു ടീമുണ്ട്, അവർ നിങ്ങളുടെ ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി സ്കിൽസും കാര്യങ്ങളും നിങ്ങൾക്ക് യൂട്യൂബ് അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നവരുണ്ടാവും, അത് അഡ്വർടൈസ് ചെയ്യാൻ ഒരു ദിവസം നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമുക്കൊരു പബ്ലിക് ഡിസ്കഷന് വേണമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഒരു ഡേ ഉണ്ട്. അങ്ങനെ പല കാര്യങ്ങളാണ് നമ്മൾ അതിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കേരള വിമൻ യുണൈറ്റഡ് ക്ലബിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മളിതിൻ്റെ താഴെ കൊടുക്കുക. നിങ്ങൾ കമൻറ്റ് ബോക്സിലും അത് ചോദിച്ചോളൂ, ലിങ്ക് തരാം കേട്ടോ. അപ്പോൾ ഒരുവിധം കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വേറെ വീഡിയോസായിട്ട് നമ്മൾ വരാം. റിവ്യൂ വീഡിയോസൊക്കെ ഇനിയും വരുന്നുണ്ട്. ഇനിയും ജോബ് കിട്ടിയ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ റിവ്യൂ വീഡിയോ എടുക്കുമോ എന്നുള്ള പേടി നിങ്ങൾക്ക് വേണ്ട. കുറേ ആളുകൾ ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ ജോബ് കിട്ടിയിട്ടുള്ള ഒരാൾ നമ്മളെ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരൊന്നും നമ്മൾ അവരുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തു, അല്ലാണ്ട് അവരുടെ ഒന്നും വീഡിയോസ് എടുത്തിട്ടില്ല. അപ്പോൾ വീഡിയോസ് തരാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ തരണമെന്നില്ല, എന്നാലും ജസ്റ്റ് നമ്മളെ ഇൻഫോം ചെയ്യുന്നെങ്കിൽ നമുക്കതൊരു സന്തോഷമാണ്. നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞു തന്നാൽ നിങ്ങളെപ്പോലെ ഇതുപോലെ ജോബ് ചെയ്യുന്ന നമ്മുടെ ഫ്രണ്ട്സിന് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. നമുക്കറിയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പം അങ്ങനെ ഒരു നല്ല കാര്യം. അപ്പം നിങ്ങൾ ഓരോരുത്തരും ജോബ് കിട്ടാൻ എത്രത്തോളം നിങ്ങൾ ജോബ് സെർച്ച് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ഒന്നല്ല നമ്മുടെ യൂട്യൂബ് ചാനലിൽ വീഡിയോസൊക്കെ കിട്ടുന്നത്. ആ ഒരു വീഡിയോസ് യൂസ്ഫുള്ളായി നിങ്ങൾക്ക് ജോബ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പം നിങ്ങൾ എന്താണോ ചെയ്തതെന്നുള്ളതിനെക്കുറിച്ച് നമ്മളെ ഒന്ന് അറിയിക്കുക. അപ്പം അത് നമ്മുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുമ്പോൾ അത് അവർക്കും അവരുടെ കാര്യങ്ങൾ, അവരുടെ ജോബ് കണ്ടെത്താൻ കുറച്ചും കൂടെ ഈസി ആവും കാര്യങ്ങൾ. അപ്പം നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് സഹായിച്ചിട്ട് തന്നെ മുന്നോട്ട് പോവുക. ചാനലും ഇതുപോലെ ജോബ് നോക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. വീഡിയോ ഒരുപാട് ലെങ്തി ആയിട്ടുണ്ട് ഇപ്പം തന്നെ, ബട്ട് കാര്യങ്ങൾ നമുക്ക് പറയണമല്ലോ അല്ലേ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.